ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ റിമാൻഡ് ചെയ്തു. ജനുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ വിജയകുമാറിന് അറിവുണ്ടെന്നാണ് കണ്ടെത്തൽ. CPM തിരുവല്ലം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് എൻ വിജയകുമാർ. വിജയകുമാറിനെ പ്രതി ചേർക്കാത്തതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. സിജോ വിജോൺ വിവരങ്ങൾ നൽകും. സിജോ, വിജയകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി. മറ്റന്നാൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കുമോ ഇനി SITയുടെ മറ്റ് തുടർ നടപടി? തീർച്ചയായും അതിനുശേഷം തന്നെയാവാനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഇപ്പോൾ മറ്റന്നാൾ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. പക്ഷെ കസ്റ്റഡി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ പരിഗണിക്കണമെന്നില്ല, പിന്നീടായിരിക്കും ചിലപ്പോൾ ഒരു വർഷം പരിഗണിക്കുക. എന്നാലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി വിജയകുമാർ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നതിന് കാരണം ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ആളുകൾക്കാർക്കും തന്നെ കോടതി വളരെ വേഗത്തിൽ ജാമ്യം അനുവദിച്ചിട്ടില്ല. ഒരുപക്ഷെ വിജിലൻസ് കോടതി തള്ളുകയാണെങ്കിൽ പിന്നീട് ഹൈക്കോടതിയൊക്കെ സമീപിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും വിജയകുമാറിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അറിവോടെയല്ല സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്നായിരുന്നു വിജയകുമാർ നൽകിയിരുന്ന മൊഴി. പക്ഷേ അതിനുശേഷം പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇത് ബോർഡിന്റെ കൂട്ടായ ഉത്തരവാദിത്വം എന്നായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇയാളുടെ പങ്ക് തെളിയിക്കുന്ന ചില രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തത്. ആ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത്. ഇനി ഈ കേസിൽ അറസ്റ്റിലാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ KP ശങ്കർദാസ് ആണ്. KP ശങ്കർദാസും N വിജയകുമാറും പത്മകുമാറും കൂടി അടങ്ങിയ ബോർഡാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നത്. ഈ കേസിൽ ഇവരെ പ്രതിയാക്കാത്തതിനെതിരെ ഹൈക്കോടതി SITയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു.